വർഗീയത. തിണ്ണ നിറങ്ങലും പോയി കാണലും തമ്മിൽ വ്യത്യാസമുണ്ട്, മനസ്സിലായോ? തിണ്ണ നിറങ്ങുക അവിടെ കിടക്കണ്ടെന്നാണ് അതിന്റെ അർത്ഥം. തിണ്ണ നിറങ്ങുക എന്നുള്ള വാക്കും സന്ദർശിച്ചു എന്നുള്ള വാക്ക് രണ്ടാണ്. അതെന്തിനാ എന്റെ അറിവ് അദ്ദേഹത്തിന് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ചോദ്യമുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്ത് പോകണമെങ്കിൽ അദ്ദേഹം എന്റെ നേതാവാണ്, മനസ്സിലായോ? അദ്ദേഹത്തിന് എന്റെ അനുമതി എന്തിനാ? എന്നല്ല, അല്ലല്ല. എന്താ എന്താ ഞാൻ പോയിട്ടില്ല, ഞാൻ പോവല്ലോ ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്ത് ഞാൻ പോവല്ലോ. അല്ല, കേൾക്ക്, ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഏത് സമുദായത്തിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ സംസാരിക്കും, അവരെ ഞങ്ങൾ സഹായിക്കും, അവരുടെ പ്രശ്നത്തിനെന്താണ്. എല്ലാ സ്ഥലത്തും പോകും, ഞാൻ പോവല്ലോ എല്ലായിടത്തും. എന്താ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇയാൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താ പറയുന്നത്? അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് ചോദ്യം കേട്ടില്ലേ? ചോദ്യം കേട്ടില്ലേ? രമേശ് ചെന്നിത്തല ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്ത് പോകണതിന് എന്റെ അനുമതി വേണമെന്ന്. അതുകൊണ്ട് എന്താ കുഴപ്പം? ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്ക് എല്ലാവരും പിന്തുണ കൊടുക്കണമെന്ന് പറയുന്നത് തെറ്റെന്താ? കേൾക്ക്. അല്ലല്ല നിക്കി, ആരോട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ ഞങ്ങൾക്ക് പിന്തുണ വേണമെന്ന് എല്ലാ വിഭാഗം ആളുകളോടും സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ചോദിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വർഗീയത പറയരുതെന്നാണ് പറഞ്ഞത്. വർഗീയത പറഞ്ഞാൽ എതിർക്കുന്ന പറഞ്ഞ വർഗീയത കേൾക്ക്, വർഗീയത പറഞ്ഞാൽ അതിനെ എതിർക്കുന്ന പറഞ്ഞ വർഗീയത. തിണ്ണ നിറങ്ങലും പോയി കാണലും തമ്മിൽ വ്യത്യാസമുണ്ട്, മനസ്സിലായോ? തിണ്ണ നിറങ്ങുക അവിടെ കിടക്കണ്ടെന്നാണ് അതിന്റെ അർത്ഥം. തിണ്ണ നിറങ്ങുക എന്നുള്ള വാക്കും സന്ദർശിച്ചു എന്നുള്ള വാക്ക് രണ്ടാണ്. അല്ല, കോൺഗ്രസ് അതിശക്തമായ നിലപാടാണ്. കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി, കേരളത്തിൽ ഇല്ലാത്ത കാര്യങ്ങളുണ്ടാക്കി മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിനും വർഗീയ വിഭജനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ കൂടെ പിന്തുണയോടുകൂടി സംഘപരിവാറിന്റെ പിന്തുണയോടുകൂടിയാണ് അത് നടക്കുന്നത്. അതിന് ഞങ്ങൾ എന്തു വില കൊടുത്ത് എതിർക്കും. അത് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളെയും ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും. അവരെ എതിർക്കണമല്ലോ, അവര് കൂടി എതിർക്കണ്ടല്ലേ? അത് നടപടി ഉണ്ടാവില്ല. കാരണം കട്ടവര് തന്നെയല്ലേ നടപടി എടുക്കേണ്ടത്. കട്ട ആളുകൾ തന്നെ, മോഷ്ടിച്ച ആളുകൾ തന്നെയല്ല നടപടി എടുക്കേണ്ടത്. മോഷ്ടിച്ചവരാണ്. 600 പേര് പങ്കെടുത്ത പരിപാടിക്ക് 12 കോടി രൂപ ചെലവാക്കിയിട്ട് ആ കാശ് വരെ അടിച്ചു മാറ്റിയില്ലേ? സ്പോൺസർഷിപ്പിന്റെ കണക്ക് പോലും ഇല്ല. എവിടെ നിന്നൊക്കെ സ്പോൺസർഷിപ്പ് കിട്ടിയത്? ഇല്ലാത്ത വൗച്ചർ എഴുതി കള്ളക്കണക്ക് ഉണ്ടാക്കി അയ്യപ്പന്റെ പേരിൽ നടത്തിയ തട്ടിപ്പാണ്, വെട്ടിപ്പാണ്. നിർത്താറായിട്ടില്ല ഇവര്. ഇപ്പോഴും അത് തന്നെയാണ്. സ്വർണം മോഷ്ടിച്ചിട്ടും മതിയായില്ല, പിന്നെയും തുടരുകയാണ്.